ഫ്ലോർ കളക്ഷൻസിൻ്റെ പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ നമ്മളുള്ളത് പത്തിരിപ്പാലയിലാണ്. പത്തിരിപ്പാലയിൽ രതീഷ് റീജ ദമ്പതികളുടെ വീട്ടിലാണ്. രതീഷ് സാറ് പ്രവാസിയാണ്, സൗദിയിലാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പം എന്തായാലും സാറേ, നല്ലൊരു സ്ഥലം, നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലം, വലിയ ശല്യങ്ങളൊന്നും ഇല്ല. ടൗണിൽ നിന്ന് അധികം ദൂരം ഉണ്ടോ? ഒരു കിലോമീറ്റർ. എന്താവശ്യത്തിനും പെട്ടെന്ന് പോയി വരാം. പാലക്കാട് സ്കൂള്, കോളേജ്, എല്ലായിടത്തുണ്ട്. ടൗണ്, എല്ലാ സൗകര്യങ്ങളും കൂടി പത്തിരിപ്പാല ടൗണ് 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്റർ ഉള്ളൂ. പാലക്കാട് ചൂടിന്റെ, പാലക്കാട് മാത്രമല്ല കേരളം മൊത്തം വലിയ ചൂടാണ്. ഇവിടെ പൊതുവെ ഇപ്പുറത്ത് പാടായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഒരു കാറ്റ് വരും. ഓക്കെ, ഞങ്ങൾ കേറി വന്നപ്പോ ശ്രദ്ധിക്കണ്ടായിരുന്നു, ഇവിടെ ഈ ജനലിൽ നിങ്ങളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താ അത് അങ്ങനെ കൊടുക്കാൻ എന്താ കാര്യം? ശരിക്കും ഈ വീടിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്താണ്. അപ്പൊ അതിനനുസരിച്ച് അത് അവിടുത്തെ ആ ഗൂഗിളിൽ നിന്നുള്ള ആ ഇമേജ് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, അതിനനുസരിച്ച് നമ്മള് നമ്മുടെ ബാക്കി പ്ലാനുള്ള വീട്ടിലെ റൂമിന്റെ സൈസും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. ഏതെങ്കിലും പ്രൊഫഷണലിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു? ഒരു പ്ലാനറെ ഏൽപ്പിച്ചു. അതൊരു പ്രൊഫഷണൽ പ്ലാനറെ ഏൽപ്പിച്ചു. പുള്ളി അത് ഡ്രോയിങ് ചെയ്തു. ഇതിനനുസരിച്ച് നമ്മൾ കൊടുത്ത ഡിസൈൻ അനുസരിച്ചിട്ട് പുള്ളി അത് ഡ്രോയിങ് ചെയ്തു. അപ്പൊ അതില് ഈ ബോക്സും ഈ കോൺസെപ്റ്റ് ഒക്കെ എല്ലാം കൂടി ചേർന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അതിലുണ്ട്. അപ്പൊ അത് വെച്ചു. അതിനകത്തൊരു ചെറിയ 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നന്നായി. രാത്രിയിൽ ലൈറ്റ് ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഈ വാളില് കൊടുത്തേക്കണത്, ഇത് എലിവേഷന് കൊടുത്തിരിക്കണത്, അത് സത്യം പറഞ്ഞാല് വീട് ഇങ്ങനെ കേറി വരുമ്പോ ഈ വാളില് കൊടുത്തേക്കണ ഈ ടൈല് ഭയങ്കര നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. വീടിന് ഭംഗി കൊടുക്കുന്നു. മൊത്തം ഈ കളറിന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടാണല്ലോ എക്സ്റ്റീരിയറിന് കൊടുത്തേക്കുന്ന പെയിന്റും കാര്യങ്ങളും. ആ ഒരു രീതിയിലാണ് പെയിന്റ് നമ്മള് ഡിസൈനിൽ കൊടുത്തല്ല, അത് എന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ ജെമിനിയിൽ കൊടുത്തിട്ട് നമ്മുടെ വീടിന്റെ പിക്ചർ കൊടുത്തിട്ട് ഈ എഞ്ചിനീയർമാരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വന്ന അപ്പൊ ജെമിനി തന്നാണ് ഈ ഒരു പെയിന്റിംഗ് ഡിസൈൻ. ഈ ഞാൻ പിന്നെ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. AI വന്നതിന് ശേഷം ഞങ്ങൾ 10 ആളെ വെച്ച് ചെയ്യണ പണി ഞങ്ങൾ ഇപ്പൊ 2 ആളെ വെച്ചാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ് അത് എല്ലായിടത്തും ഉണ്ട്, ഈ ഇമ്പാക്ട്. അപ്പൊ കൊറേയൊക്കെ നമ്മള് ഇന്റർനെറ്റ്, ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ജെമിനി പോലത്തെ. ഇത് ഏതാ ടൈൽ? ഏതാ ഇത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇത് നമ്മൾ എടുത്ത് ഫ്ലോർ കളക്ഷൻസ് ഫ്ലോറിംഗ് ബന്ധമായിട്ടുള്ള എല്ലാം എടുത്തത് അവിടെ നിന്നാണ്. താങ്ക് യു. അതേപോലെ തന്നെ സിങ്ക് വരുന്നുണ്ട് കിച്ചൺ. അത് ഞാൻ കാണിച്ചു തരാം. സിങ്ക് എടുത്തിരിക്കുന്നത് ഫ്ലോർ കളക്ഷൻസ് എന്നാണ്. വാഷ് ബേസിൻ എടുത്തിരിക്കുന്നത് ഫ്ലോർ കളക്ഷൻസ് ആണ്. താങ്ക് യു. നമ്മൾ കയറി വരുമ്പോ ഒരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിനകത്ത് ശരിക്കും പറഞ്ഞ ഗ്രാനൈറ്റ് ആണ്, നല്ല. പിന്നെ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് കേട്ടോ. സാധാരണ പേൾ വൈറ്റ് എന്തോ പറഞ്ഞിരുന്നു. പേൾ വൈറ്റ് ഇത് ശരിക്കും ഒരു ഗാലക്സി സ്റ്റോൺ പോലെയാണ്. അതെ, ഓർമ്മയില്ല, എനിക്ക് ഗാലക്സി എന്തോ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആഡംബരമൊന്നും ഇല്ലാതെ കറക്റ്റ് ഒരു വിശാലമായ ഒരു സ്പേസ്. നമ്മളത് അങ്ങനെ വെച്ച് അത് ഇവിടെ എല്ലാവരും നമ്മുടെ എഞ്ചിനീയറും സൂപ്പർവൈസറും ഒക്കെ പറഞ്ഞു, കോൺട്രാക്ടർ ഒക്കെ പറഞ്ഞു ഇവിടെ ഒരു ബെഞ്ച് പോലെ ഞാൻ പറഞ്ഞു വേണ്ട, നിലത്തിരിക്കുന്നവർക്ക് നിലത്തിരുന്ന് കാറ്റുകൊള്ള അതൊരു കൺസെപ്റ്റിന് ചെയ്താണത്. നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ചെറിയൊരു പെർഗോള കൊടുത്തതും ഒക്കെ നന്നായിട്ടുണ്ട്. ഈ വാളിനകത്ത് ഒരു വുഡൻ ഫിനിഷ് ആണ്. ഇത് ടൈലാണ്. അത് മനസ്സിലായി. ഈ ബീഡിംഗ് ഒക്കെ വെച്ച് ചെയ്തപ്പോൾ തന്നെ ഭംഗി വന്നു. പ്രീമിയം ലുക്ക്. ടൈല് വർക്ക് ചെയ്ത ആളുടെ ഒരു ഐഡിയ ഈ ബീഡിംഗ് വെച്ച് ചെയ്യണം. പക്ഷെ ഈ ബീഡിംഗ് വന്നപ്പോഴേ ഇതിന് ഭയങ്കര ഒരു പ്രീമിയം ഫീൽ വന്നു. ഈ ലേയിങ്ങിന് ഒരു പ്രീമിയം ഫീൽ. മറ്റത് അത് അവിടെ അങ്ങനെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ജസ്റ്റ് ഇതുപോലെ മാത്രമാണ് ഉണ്ടാവണമെങ്കിൽ അതിനേക്കാളും ഭംഗിയാണ് ഈ ഒരു ബീഡിംഗ് വന്നത്. ഒരു പ്രീമിയം. പിന്നെ ഇതെല്ലാം നമ്മള് വിൻഡോ എല്ലാം ചെയ്ത് എന്റെ ഫ്രണ്ടാണ് ചെയ്തത്. നമ്മള് മരം കൊടുത്തിട്ട് തേക്കാണ്, എല്ലാം തേക്കാണ്. നല്ല ഇത് പോളിഷ് ചെയ്തിരിക്കുന്ന മാറ്റാണ്, മാറ്റ് ഫിനിഷ് ആണ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഈ നമ്മള് എഗെയിൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ജെമിനിന്ന് എടുത്തതാണോ? ജെമിനിന്ന് എടുത്തല്ല, നമ്മുടെ ഓൺ ഐഡിയ. ഇത് ഞാൻ പറഞ്ഞ ഇമേജ് ഇല്ല, ഗൂഗിൾ ഇമേജിലും കൂടി ഇല്ലാത്തൊരു ഐഡിയ. ഓക്കെ, നമ്മുടേത് സ്വന്തമായിട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി വീടിന്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക് കിടക്കാം. നമ്മൾ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് റൂമിലേക്കാണ്.
ഇവിടെയും ഞാൻ നോക്കിയപ്പോ ഒരു വുഡൻ കൺസിസ്റ്റൻസി, നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ വുഡിന്റെ ഒരു കൺസിസ്റ്റൻസി എല്ലായിടത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു സെറ്റിയിലുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്തത് അതിന് മാച്ചായ രീതിയിലാണ്. അതായത് ഇവിടെ കൊടുത്ത എല്ലാ സാധനങ്ങളും ഒരു വുഡൻ, അതായത് തേക്കിന്റെ ഒരു ഡിസൈൻ മോഡലാണ് എല്ലാം ചെയ്തത്. ഇപ്പൊ സീലിംഗ് നോക്കിയാൽ കാണാം, തേക്കിന്റെ ഒരു ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സെറ്റ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കും, നമ്മൾ മെഷർമെന്റ് എടുത്ത് ചെയ്യിപ്പിച്ചിരിക്കും. സാധാരണ ചെയ്യുന്നതിന്റെ ഒരു സെറ്റിയുടെ 1.5 സെറ്റ് ഉണ്ട്. മെഷർമെന്റ് എടുത്ത് അതെ, കസ്റ്റമൈസ് ആണ്. അത് എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞത് വിൻഡോ ചെയ്ത ആളാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും വുഡൻ ടച്ച്. അത് ഞാൻ നോക്കി, ഇപ്പം ഇവിടെ ആണെങ്കിലും ഇതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ടൈൽസ് അടക്കം അതിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണോ എടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ടൈലിനെ അനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം. ആദ്യം ടൈലാണ് ഇടുന്നത്, അപ്പൊ അതിനനുസരിച്ചാണ് ബാക്കിയെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ടൈൽസ് എടുത്തപ്പോഴും ആ ഒരു വുഡൻ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു വുഡിഷ് ഒരു കളർ ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ ഒരു കളറിന്റെ തന്നെ ഒരു ഏകദേശം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കളറാണ്. അതെ, നമ്മള് ഇത് പെയിന്റ്, വാൾ പെയിന്റ് അടിക്കുമ്പോഴേ നമ്മള് അത് പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ പറഞ്ഞത് ഇതിനനുസരിച്ച്, അതായത് ടൈലിന് അനുസരിച്ചിട്ട് നമ്മുടെ ഇന്റീരിയർ അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പെയിന്റ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പെയിന്റും ഒരു മറ്റേ വുഡൻ ടോൺ ഉള്ള ഒരു കളറാണ് അല്ലേ? അത് നന്നായിട്ടുണ്ട്. പൂജാമുറി ഇവിടെ അത് നമുക്ക് പൂജാമുറിക്ക് സ്ഥലം അവസാനമാണ്. പൂജാമുറിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല, അപ്പൊ അവസാനം നമ്മുടെ ഇന്റീരിയർ ചെയ്ത ആള് ഇങ്ങനെ തന്ന ഒരു ഐഡിയ ആണത്. അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും പറഞ്ഞത് ഫ്രണ്ട് സൈഡാണ് എന്ന്, ഇവിടെ വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത് വേണം എന്ന് പറഞ്ഞു. ഫ്രണ്ട് സൈഡ് ഒരു ഐശ്വര്യമാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇത് പിന്നെ നമ്മള് ഇവിടെ വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സ്പിരിച്വാലിറ്റി, റിലാക്സ്, ഒരു കാംനെസ് വേറെ എവിടെ പോയാലും കിട്ടും. അതെ, ഇത് വന്നപ്പോ നമ്മുടെ ഫംഗ്ഷൻ വന്നപ്പോ, നമ്മുടെ എന്താ പറയാ ഹൗസ് വാമിങ്ങിന് വന്നപ്പോ എല്ലാവർക്കും ഇത് ഇഷ്ടമായി. പിന്നെ അത് ഇവിടെ തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചു. ഇത് നമുക്ക് എവിടേക്കും മൂവ് ചെയ്യിക്കാൻ പറ്റും. രണ്ട് അൺസ്ക്രൂ ചെയ്തിട്ട് ഇത് അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വയറ് ചുമരിനുള്ളിൽ ആക്കിയിട്ടില്ല. ഇത് അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറെ എവിടേക്കും മാറ്റാൻ പറ്റും. ഫ്യൂച്ചറിൽ വേറെ എവിടേക്കും മാറ്റാൻ പറ്റും. തന്നെയല്ല, അത് നല്ല സ്പോട്ട് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ട് കറക്റ്റ് ഒരു ഫോക്കസും വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ഡൈനിങ് ഹാൾ ആണ് അല്ലെ? ഡൈനിങ് ഹാളിലേക്ക് ലിവിംഗ് റൂമിൽ നേരെ പോകുന്ന ഡൈനിങ് ഹാളിലേക്ക്. ഇത് നന്നായിട്ടോ ഒരു പറകോള പോലത്തെ അല്ലേ? അപ്പൊ ഉള്ളിലേക്ക് നമുക്ക് ആ വിസിബിലിറ്റി അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണില്ല. എന്നാല് അവിടെ ഒരു തടസ്സമുണ്ട്. അതിനൊരു ചെറിയ പ്രൈവസി ഡൈനിങ് ഹാളിൽ കൊടുക്കാൻ ഈ ഒരു കോൺസെപ്റ്റ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ ചുമരില് ഇത് ശരിക്കും പെയിന്റ് ആണ് അല്ലെ? ഇത് സിമെന്റ് ടെക്സ്ചർ ആണ്, പെയിന്റ് അല്ലത്. സിമെന്റ് ടെക്സ്ചർ ആണ്. ഇത് ഞാൻ ഇതേപോലെ എന്റെ എന്താ പറയുക യൂട്യൂബ് വീഡിയോസും അങ്ങനെ കണ്ടിട്ട് ഞാൻ അത് ചെയ്യിപ്പിച്ചതാണ്. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വാളാണ്. ഫോഗാണിത്, ഫോഗിന്റെ ഒരു തീമാണ്. ഇത് ഗ്രേ ആണ്, ഒരു ആഷിന്റെ ടൈപ്പ് മോൾഡ് ചെയ്തിട്ടുണ്ട്, ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഒരു വാളിന് ഒരു പ്രോമിനൻസ് കിട്ടി. തന്നെ ഇത് ഈ ഡൈനിങ് ഹാളിന്റെ ഒരു ഭംഗി, അതായത് ഇതിനൊരു ഹൈലൈറ്റ് ചെയ്തൊരു ഒരു ഫീല് കിട്ടി. അതെ അതെ, ഇത് അവിടുന്ന് നോക്കുമ്പോ ലുക്കും ആ ഒരു ലുക്കാണ്. അവിടുന്ന് നോക്കുന്ന ആ ഒരു വാള് പുറത്തുനിന്ന് ലുക്കും ഉണ്ടല്ലോ. ഇതൊരു നോർമൽ പ്ലെയിൻ വാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിന് ഇത്ര ഒരു ഭംഗി കിട്ടില്ലായിരുന്നു. നന്നായി, ആ ഒരു കോൺസെപ്റ്റ് നന്നായി. ഇതിപ്പോ ഈ ഒരു കോൺസെപ്റ്റ് ഒരു കൊച്ചു ഡൈനിങ് ടേബിൾ. ഇത് സ്പേസ് സേവിംഗ് ഡൈനിങ് ടേബിൾ ആണ്. ഇവിടെ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മള് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇത് ധാരാളം. നിങ്ങളുടെ ഈ കിച്ചന്റെ കോൺസെപ്റ്റ് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ കിച്ചൺ ആയിട്ട് ഇവിടെ ഇരുന്നും കഴിക്കാം. 2 ചെയർ ഇട്ട് നമ്മള് ഡൈനിങ് ടേബിൾ ഇപ്പോഴാണ് വാങ്ങിച്ചത്. അതിനു മുന്നേ 2 ചെയർ അതെ അതെ, അങ്ങനെ കഴിക്കാം. അങ്ങനെയും കഴിക്കാം. ഭയങ്കര ഇന്റിമസി. അതെ അതെ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൗണ്ടർ പോലെ അവിടുന്ന് ചൂടുള്ള ദോശ ടേബിളിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അത് ശരിയാണ്, ചൂടുള്ള ദോശ അങ്ങനെ ഇട്ട് കൊടുത്താൽ. അതെ അതെ. അല്ല, അതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മിക്ക ഫാമിലിയിലും ഡൈനിങ് സമയത്താണ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് എല്ലാവരും മിക്കവാറും ഒരുമിച്ച്. അപ്പൊ അതിനൊരു ഇന്റിമസി. പിന്നെ തന്നെയല്ല, കിച്ചൺ വേറെ ആവുമ്പോഴേ നമ്മള് ഫാമിലിയില് അമ്മ വേറെ, അല്ലെങ്കിൽ ഞാൻ പറയാ നമ്മള് അപ്പുറത്ത് കുറെ ആളുകൾ ഇരുന്നിട്ട്, വലിയ കുറെ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നു. അമ്മ അടുക്കളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം, അല്ലെങ്കിൽ ഭാര്യ അടുക്കളയില് ഫീല് വരുന്നില്ല. അതാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്കാണെങ്കിലേ നമുക്ക്
നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുമ്പോ അവരൊരു കുറച്ച് സമയം ശരിക്കും ലോൺലി അല്ലേ, ആ ഒരു സമയം ഇല്ലാണ്ട് ആക്കാനൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ചെറിയൊരു ഒരു സാധനങ്ങൾ അവരെന്തെങ്കിലും നമുക്ക് എന്താ പറയാ കപ്പുകളോ ഗ്ലാസുകളോ ഒക്കെ വെക്കാം, അല്ലെങ്കിൽ ഫ്ലവർ വെക്കാം. വെക്കാം. പിന്നെ കിച്ചണിലേക്ക് കിടക്കും. കിച്ചണിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. എപ്പോഴും മാറ്റ് ഇടുന്നതാണ് നല്ലത്. വെള്ളം എങ്ങാനും വീണ് കഴിഞ്ഞാൽ കുട്ടികള് അതെ വഴുക്കാനും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ. അതെ. പിന്നെ ഈ നല്ല ശരി ഗ്ലോസി ആയിട്ടുള്ള ടൈൽസ് ഇടുമ്പോഴേ അതില് എല്ലാം സ്റ്റെയിൻ റെസിസ്റ്റന്റ് എന്നാണ് പറയാ, സ്റ്റെയിൻ ഫ്രീ ആയിട്ട് ഒന്നുമില്ല. മാറ്റ് ഫിനിഷ് ടൈലാകുമ്പോൾ കുറച്ചും കൂടെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ആക്കി വെക്കാനും ഒക്കെ ശരിക്കും വളരെ ഈസിയാണ്. ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയ അല്ലേ, ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഇതിലാദ്യം അടുപ്പ് നമ്മള് വിറകടുപ്പ് കാണേണ്ടി വരും കേട്ടോ, ഗ്യാസ് അടുപ്പ്. അതിനുള്ളൊരു അന്ന് ഇങ്ങനെ വാറിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തോന്നുന്നു ഒന്നങ്ങനെ കാണായിരുന്നു. ഇവിടെ നമ്മള് പുകയില്ലാത്ത അടുപ്പില്ലേ, അത് വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചിട്ട് നല്ലൊരു സ്പേസ് ആക്കി. ഇതിലൊക്കെ നമുക്ക് എന്താ പറയാ മിക്സി, ഗ്രൈൻഡർ അങ്ങനെ സാധനങ്ങൾ വെക്കാം. പിന്നെ ഇവിടെ ചോറ് വാക്കാനുള്ള സൗകര്യം അങ്ങനെ ആക്കിയത്. കിച്ചൺ ചെറുതായതുകൊണ്ട്. ഇത് റീജയുടെ ഐഡിയ ആണ്. ഇത് ഇങ്ങനെ ഒരു നമുക്കിവിടെ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞു ഇവിടെ നമുക്ക് സിങ്ക്, അതായത് ഈ ഒരു കൊട്ടത്തളം പോലത്തെ സംഭവം വെക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ റീജയുടെ ഒരു ഐഡിയ ആണ്. ഇത് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ആ സ്പേസ് നന്നായി യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺട്രാക്ടറോട് അവിടെ വെക്കേണ്ട അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് എപ്പോഴും അത് റെഫ്യൂസിന് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് മാത്രല്ല എന്താ പറയുക, ഇപ്പൊ ഇവിടെ നിങ്ങളുടെ പഴയ പ്ലാനിൽ ശരിക്കും വാളായിരുന്നെങ്കിൽ, ഒരു വാളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് വരുമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടെ വിശാലായി. നമ്മൾ കൈ കഴുകാനായിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അതിനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നല്ലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജും ആയി. ഹാർപ്പിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇതിൽ വെക്കാൻ പറ്റും. അത് മാത്രമല്ല കോണിച്ചോടും കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ വെക്കാനാണ്. ഇൻവെർട്ടർ കാര്യങ്ങൾ സ്റ്റോറേജിന്. ഇവിടുന്ന് ഇങ്ങോട്ട് മാസ്റ്റർ ബെഡ്റൂം ആണ്. കേറുമ്പോ തന്നെ നമ്മള് ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം. ഇത് കുറച്ചുകൂടെ പ്രൈവസി കിട്ടും. നമുക്ക് ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല, ബെഡ്റൂമിനെ എഫക്ട് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഇങ്ങോട്ട് നടന്നിട്ടാണല്ലോ അങ്ങോട്ട് വരുന്നത്. കുറച്ചുകൂടെ ഒരു വാർഡ്രോബ് ഉണ്ട്. മേലെ നന്നായിട്ട് ജിപ്സം ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഫോൾ സീലിംഗിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് വീഡിയോസ് കണ്ടിട്ട് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്തു വന്നു. മാത്രല്ല അതിന്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മാത്രല്ല ഈ വാളിനും നിങ്ങളുടെ ബെഡ് വരുന്ന വാളിനും ഒരു ചെറിയ ഒരു ഹെഡ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രോമിനൻസ് കിട്ടും, കുറച്ച് ഭംഗിയായിട്ടോ. ഇത് വെറും ഈ പറഞ്ഞ പോലെ എഗെയിൻ ഇത് പ്ലെയിൻ ആക്കി ഇട്ടിരുന്നെങ്കിൽ കിട്ടുന്ന ഒരു ഭംഗിയല്ല. ഇതിങ്ങനെ ചെയ്തപ്പോ വളരെ നന്നായി. അത്യാവശ്യം വിൻഡോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. എല്ലാത്തിലും നമ്മൾ ബ്ലൈൻഡ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ് എല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ശരിക്ക് അത് മാത്രല്ല ടൈല് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യണം എന്നാ പറയാ. കാരണം ഇത് വെള്ളം ചുമരിലേക്ക് ഒന്നും ആവാതെ സാധാരണ ഇവിടെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചുമരിലേക്ക് ഇതങ്ങനെ ചെയ്തിട്ടുണ്ട് അവര്. ശരിക്കും നമ്മൾ ടൈൽ അങ്ങനെ ഇത് കറക്റ്റ് പണ്ടത്തെ സംഭവങ്ങളൊക്കെ കറക്റ്റ് എവിടെയാണോ അത് നിൽക്കുന്നത് കട്ട് ചെയ്യുമായിരുന്നു. കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വെള്ളം ചുമരിലേക്ക് ഇറങ്ങി. അത് നമ്മുടെ ടൈല് വർക്കറുടെ ഐഡിയയിൽ ചെയ്തതാണ്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് നന്നായി. ബാത്റൂമിന്റെ പിന്നെ ഒരു വാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് വേറൊരു വാള് ചെയ്തിട്ടുണ്ട്. അതെ, ഇത് അവിടെ ഫ്ലോർ പ്ലാൻസിൽ നമ്മൾ ടൈൽ എടുക്കാൻ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറയും ഇതേപോലെ അവിടെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റ് ചെയ്താണ് ഇത്. അപ്പൊ അതിന്റെ എല്ലാ ഫോട്ടോസ് നമ്മൾ എടുത്തു കൊടുത്തിട്ട് ടൈല് വർക്കറെ കാണിച്ച് അങ്ങനെ അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾ മോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അതേപോലെ ഇവിടെ അത് ഇഷ്ടപ്പെട്ടപ്പോ നമ്മൾ പറഞ്ഞു ഇതേപോലെ സെറ്റ് ചെയ്താണ്. ആ ഫോട്ടോ നമ്മൾ ടൈല് വർക്കർക്ക് കൊടുത്തു. ടൈല് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ അതേപോലെ ചെയ്തു തന്നു. ഞങ്ങൾക്ക് ഈ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് മോക്കപ്പ് ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർക്ക് അത് ആ മോക്കപ്പ് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്.
ഇത് കുട്ടികൾക്കുള്ള ബെഡ്റൂം ആയിട്ടാണോ അതോ ഒരു സെക്കൻഡ് ബെഡ്റൂം എന്നുള്ള ഗസ്റ്റ് റൂം ആയിട്ടാണ് ഗസ്റ്റ് റൂം ആയിട്ടാണ്? അതെ. അപ്പൊ അധികം സ്പേസ് ഇല്ല, ഗസ്റ്റ് റൂം ആയിട്ടാണ് നമ്മള് അത് ചെയ്തിരിക്കുന്നത്. അതെങ്കിൽ ഗസ്റ്റ് വന്നാൽ കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി ബെഡൊക്കെ ഉണ്ട്, കുട്ടി ബെഡൊക്കെ വേണി മോൾക്ക് കിടക്കാം. നമ്മളിനി സ്റ്റെപ്സിലേക്കാണ്, സ്റ്റെപ്സ് കയറി നമ്മൾ മേലേക്കാണ് പോകുന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ് റെയിലാണ്. അത് ഇതായതുകൊണ്ട് തന്നെ മാഡത്തിന് ക്ലീൻ ചെയ്യാനും വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ജസ്റ്റ് ഒരു തുടച്ച പരിപാടി തന്നെയല്ല, ഇതിന്റെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. ഒരു ലക്ഷറി ലുക്ക് ഉണ്ട് ഇതിനകത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലക്ഷറി സംഭവം. ശരിക്കും ഇത് കാർവിംഗ് ഡിസൈൻ എന്നാ പറയാ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് പ്രീമിയം ലക്ഷറി ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ കാർവിംഗിന്റെ ഒരു ചെറിയൊരു തിളക്കം പോലെ ഒരു സാധനം ഉണ്ട്. അതും ഈ ഇതെല്ലാം കൂടെ ഒരു പ്രീമിയം ഫീൽ. അതെ, അത് റീജയ്ക്ക് എന്താ പറയാ, റീജയുടെ ഒരു ഇതായിരുന്നു, ഡിമാൻഡ് ആയിരുന്നു. ഗ്രിപ്പുള്ള ഒരു സ്റ്റെപ്പില് ഗ്രിപ്പുള്ള ടൈല് വേണം. അങ്ങനെ കുട്ടികള് ചെറിയ കുട്ടികളായതുകൊണ്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഗ്രിപ്പുകൾ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മള് ഫ്ലോർ കളക്ഷൻസിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഇതിനായിട്ട് പ്രത്യേകം ടൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ ഇത് ഡബിൾ ആണ് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിയില്ല, ടൈല് വർക്കറുടെ വർക്കാണിത്. അവർ ഞങ്ങളോട് ചോദിക്കും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചോദിക്കും. നമ്മളടുത്ത് നമുക്ക് ഐഡിയാസ് പറഞ്ഞു തരും, അങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ പർപ്പസ് എന്താ ചോദിക്കും, എന്നാ ശരി ചെയ്തോളൂ എന്ന് പറയും. ഇതാണ് അതിന്റെ പർപ്പസ്, ചെയ്തോളൂ എന്ന് പറയും. എല്ലാത്തിനും ലോജിക്ക് വേണം. അതെ അതെ അതെ. സ്റ്റെപ്സിന്റെ ലാൻഡിങ്ങില് ഇത് നന്നായി ഇത് ചെയ്തത് കേട്ടോ. നല്ല ലൈറ്റിങ് ഉള്ളിലേക്ക് പ്രകാശം ലൈറ്റിനുള്ള ഒരു ഇതാണ്. നമുക്കും നമ്മുടെ പ്രകൃതിയെ കാണാനും നേച്ചറിനെ കാണാനും അത് ഭയങ്കര ഒരു, കാരണം ഭയങ്കര റിലാക്സിങ് ആണ്. സ്റ്റെപ്സ് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടെ എന്താ പറയാ ഒരു വിശാലമായ ഒരു ഹാള്, ചെറിയ ഹാള്, കുട്ടികൾക്ക് പഠിക്കാം, കളിക്കാം. ഒപ്പം തന്നെ ഇതിന്റെ ഒരു സിറ്റ് ഔട്ട് ബാൽക്കണി അഗെയിൻ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ഇട്ട് കൊടുത്തതുകൊണ്ട്, സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ആയതുകൊണ്ട് ഒരു പ്രീമിയം ലക്ഷറിയാണ്. ആ ഒരു ഫീൽ അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഈ ഫ്ലോറിങ്ങിന്റെ ഈ കളർ നിങ്ങൾ നന്നായി സെലക്ട് ചെയ്തിട്ടോ. ഈ ടൈൽസിനെ പറ്റിയല്ല, കളറ് നല്ല കളറാണ്, നല്ലൊരു കളറായി. ഇവിടുന്ന് തന്നെ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇവിടുന്ന് വഴിയുണ്ട്. ഇവിടുന്ന് സാധാരണ ഇവിടെ എല്ലാവരും ഒരു ചെറിയ തടസ്സം പോലെ ഉണ്ടാക്കി വെക്കും. അതില്ല, അതിന്റെ ആവശ്യമില്ല. ഇത് ഭയങ്കര നന്നായി. എനിക്കിവിടെ വന്നപ്പോ ഒരു നമുക്കൊരു വ്യത്യസ്തത ഫീൽ ചെയ്തു. മറ്റേത് എല്ലായിടത്തും ഇവിടെ ഒരു സംഭവം ഉണ്ടാവും, ഒരു അഡീഷണൽ കോസ്റ്റും ആണ്, ഭംഗിയുണ്ടാവില്ല. ഇതാണ് നമ്മുടെ മേലത്തെ ബെഡ്റൂം അല്ലേ? ഓക്കെ. മേലത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ ജിപ്സത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഫോൾ സീലിംഗിൽ കോംപ്രമൈസ്. പിന്നെ കബോർഡ്, അങ്ങനെ കബോർഡുകളാണെങ്കിലും ഇയാളുടെ മുറിയായിട്ടാണ് പുള്ളിക്കാരിയുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ താഴത്ത് പറഞ്ഞ പോലെ, ഇതൊരു ആഷ് ആയിട്ട് ചെയ്ത ഒരു സിമെന്റ് ടെസ്റ്റർ തന്നെയാണ്. അതിന്റെ ഒരു ആഷ് ഒരു ഡാർക്ക് കളറായിട്ട് ചെയ്തു. അത് നമ്മൾ ഈ ബെഡ്റൂമിന്റെ ഈ വാളിനായതുകൊണ്ട് അതെ അതെ. പിന്നെ ചെറിയൊരു ഫോൺ വെക്കാനോ അല്ലെങ്കിൽ ചാർജ് ചെയ്യാനോ ഒക്കെ ഉള്ള നന്നായിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഈ വാർഡ്രോബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഈ ഒരു സ്പേസ്. മറ്റത് ഭയങ്കര മോണോട്ടോണസ് ആയിട്ട് വരുന്ന ഒരു സാധനത്തിന് ഇടയ്ക്ക് നമുക്ക് അയൺ ബോക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നന്നായി. ഇത് പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് പിന്നെ ഓപ്പൺ ടെറസിലേക്ക് ഇവിടുന്ന് ഒരു വഴിയും കൂടി ഉണ്ട്. നമ്മൾ അങ്ങനെ പോയി കൂടാണ്ട് ഇവിടെ അലക്കാനും അങ്ങനെ തുണിയൊക്കെ ഇടാനുള്ള ഒരു വിശാലമായ ഒരു സൗകര്യം ഉണ്ട്. ഇപ്പുറത്ത് ശരിക്കും പറഞ്ഞ പാടം തന്നെയാണ്. പാടാണ്. ഇവിടെ നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു ആംബിയൻസ് ആണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം. താഴെ ബെഡ്റൂം ഇല്ല, അതിന്റെ സെയിം സൈസ് ആണ്. ഈ ബെഡ്റൂം ആദ്യം കണ്ട തേർഡ് ബെഡ്റൂം മോൾക്കാണെങ്കിൽ ഇത് നാലാമത്തെ ബെഡ്റൂം ഇത് മോളുടെ ആവും. അതെ അതെ. അതുകൊണ്ട് കുട്ടി ബെഡ്റൂം. അതെ, കുട്ടി ബെഡ്റൂം. കാരണം പുള്ളിക്കാരുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ടോയ്സും പിന്നെ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഫ്യൂച്ചറിൽ ഇപ്പൊ മാറിക്കിടക്കാനൊന്നും ആയിട്ടില്ല. ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കിടക്കും. ഇവിടെയും ജിപ്സും പ്രൊഫൈലിംഗ് എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരോട് ഒരു താങ്ക്സ് പറയേണ്ട ഒരു സമയമാണ്. കാരണം അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ അനുവദിച്ചു, എല്ലാം ചുറ്റി നടന്ന് കാണിച്ചു തന്നു. ഒരുപാട് സമയം ഈ മക്കളടക്കം നമ്മളെ കൂടെ സഹകരിച്ചു.
അപ്പം താങ്ക് യു. ഞങ്ങളെ ഈ വീട് ഞങ്ങളെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണിച്ചതിന് താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ. സന്തോഷത്തോടു കൂടി മാഡം പറഞ്ഞ പോലെ സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തരട്ടെ. ഓക്കെ, അപ്പോ മക്കളോട് പ്രത്യേക താങ്ക് യു. അടിപൊളി വീടാണ് കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ കൊടുന്ന് കാണിക്കണം കേട്ടോ. പ്രത്യേകിച്ച് മോള് കുട്ടി ബെഡ്റൂം. ഓക്കെ ശരി.